ഫ്രണ്ട്സേ, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളിവിടെ പരിചയപ്പെടുന്നത് നമുക്കൊരു 1 kVയുടെ സോളാർ സിസ്റ്റത്തിൽ mppt സോളാർ സിസ്റ്റത്തിൽ ഒരു ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, നമുക്കത് വർക്ക് ചെയ്യിക്കാൻ ഒക്കുമില്ല എന്നുള്ളത്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ UTL Gamma പ്ലസിൻ്റെ 1 kVയുടെ സോളാർ mppt ഇൻബിൽട്ട് ഉള്ള ഇൻവെർട്ടർ. അപ്പോൾ ഇതിനകത്ത് ഞാൻ 335 വാട്ട്സിൻ്റെ 3 പാനലാണ്, പോളിക്രിസ്റ്റലൈൻ പാനലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പഴയ സിസ്റ്റമാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ സിംഗിളിൻ്റെ ബാറ്ററി, അതായത് 150 Ah C10 ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒറ്റ ബാറ്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് 12 വോൾട്ടിൻ്റെ ആണ്. ഇവിടെ നമ്മൾ ഒരു LGയുടെ ഒരു ഇൻവെർട്ടർ ടൈപ്പ് ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ്, അതാണ് ഇന്ന് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യാക്കോ ഇല്ല എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ ഇത് 260 ലിറ്ററാണ്. അതിൻ്റെ ഇൻസൈഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 237 ലിറ്ററാണ് ഇൻസൈഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. അപ്പോൾ ഇതിനകത്ത് ഞാനിത് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തത് ഒരു 32 ഇഞ്ചിൻ്റെ TVയും ഒരു BLDC സീലിംഗ് ഫാനും അത്യാവശ്യം ഓടുന്നുണ്ട്, അതായത് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണെന്ന് ചോദിച്ചാൽ അല്ല, രാവിലെ ഒരു മഴക്കോളുണ്ട്. എന്നാൽ പോലും നമുക്കൊരു 13% 14% ലോഡ് മാത്രമേ ഒരു ഫ്രിഡ്ജും, ഡബിൾ ഡോറിൻ്റെ ഒരു ഫ്രിഡ്ജും, അതുപോലെ തന്നെ ഒരു 32-ൻ്റെ LED TVയും ഒരു BLDC സീലിംഗ് ഫാനും ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എത്ര ലോഡ് മാത്രമേ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ. അത്യാവശ്യം ബാറ്ററിയുടെ വോൾട്ടേജൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതൊരു പഴയ സിസ്റ്റമാണ്. ഇതൊരു 1000 യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതുള്ള റീഡിങ്ങാണ് ഇതിനകത്ത് കാണിക്കുന്നത്. KWH നിങ്ങൾക്ക് കാണുമ്പോൾ 160 സംതിങ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ 1000 യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാമത് വീണ്ടും 1 എന്നാണ് യൂണിറ്റ് വരുന്നത്. അങ്ങനെ വന്ന ഒരു യൂണിറ്റാണ് ഇവിടെ 163.1 യൂണിറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഇപ്പോൾ മഴക്കോളായതുകൊണ്ടാണ് ഈ ഒരു വോൾട്ടേജ് ലോ വോൾട്ടേജായിട്ട്, അതായത് മീൻസ് നമുക്ക് വോൾട്ടേജ് കുറവും ആംബിയർ കുറവുമായിട്ടാണ് കാണിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ, അതായത് വെയിൽ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും അതിനകത്ത് നല്ലൊരു പെർഫോമൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ലാസ്റ്റ് വീഡിയോ വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതിനകത്ത് ഒറ്റ ബാറ്ററി മാത്രമേ ഉള്ളൂ, 12 വോൾട്ടേജ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഫ്രിഡ്ജും വർക്ക് ചെയ്യിക്കാം, വാഷിംഗ് മെഷീൻ ഓടിക്കാം, അതുപോലെ തന്നെ തുണികൾ തേക്കുന്നത്. ഇതിനു മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, എൻ്റെ ചാനലിൽ പോയിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്ക് തുണി തേക്കാവുന്ന വീഡിയോകളൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് വീഡിയോ അവിടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാലും പ്ലേലിസ്റ്റ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ തന്നെയും പലവിധമായ വീഡിയോകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ റീഡിംഗ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രാവിലെ നമുക്ക് ഒരു 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നമ്മുടെ ഫ്രിഡ്ജുകൾ നമുക്ക് ഒരു 2 വേ സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഈ ഒരു സോളാർ mppt-ക്കകത്തോട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കറണ്ട് ചാർജ് നമുക്ക് ലാഭമായിട്ട് വരും. അതായത് വൈകിട്ട് 5 മണിക്ക് ശേഷം നിങ്ങളത് മാറ്റി കുത്തേണ്ടി വരും. അതായത് ഒന്നീ സോക്കറ്റ് നമ്മൾ 2 ഇൻവെർട്ടറിന് ഒരു സോക്കറ്റും അതുപോലെ തന്നെ KSEBയുടെ സോക്കറ്റുമായിട്ട് രണ്ടും രണ്ടായിട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മാറ്റി കുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ കുത്തിയാൽ മാത്രമേ നമുക്ക് രാത്രി കറണ്ട് പോകുന്ന സമയത്തില്ലെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ഊർജ്ജം നമുക്ക് നിൽക്കത്തില്ല, അതായത് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഡബിൾ സോക്കറ്റ് വെച്ചിട്ട് ഒന്ന് KSEB ഒന്ന് ഇൻവെർട്ടർ സോക്കറ്റും വെച്ച് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 വേ സ്വിച്ച് ആ ഒരു വെച്ചിരിക്കുന്ന സോക്കറ്റിന് 2 വേ, അതായത് 1 സൈഡ് നമ്മൾ ഇൻവെർട്ടറിൻ്റെ പവറും 1 സൈഡ് KSEBയുടെ പവറുമായിട്ട് കൊടുത്താലും മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ടൈമർ സ്വിച്ചുകളോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പകലുള്ള കറണ്ട് ചാർജ് നമുക്ക് ലാഭമായിട്ട് വരും. ഇപ്പോൾ ഇത് കുറച്ച് വെയിൽ വന്നതിന് ശേഷമുള്ള റീഡിങ്ങാണ് ഇത്. ഇപ്പം കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ റീഡിങ്ങിൽ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇപ്പം തന്നെ അതിനകത്തുണ്ട്. അതായത് ആംബിയർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ KWH ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ വെയിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു പ്രോഫിറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് ആ 14% തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി.